ടൺ കണക്കിന് ലവും ടൺ കണക്കിന് റൊമാൻസും നിറഞ്ഞ കേരളത്തിലെ നമ്പർ 1 FM, അവിടെ ലവ് ബൈറ്റ്സ്. എന്റെ റീനുവിന്റെ കൂടെ ഇപ്പൊ സംസാരിക്കാനായിട്ട് ഒരാൾ വന്നിരിക്കുക. പേരെന്താ? എന്റെ പേര് ജീസ്. ജീസ് എന്ത് ചെയ്യുന്നു? ഞാൻ MBA സ്റ്റുഡന്റ്. ജീസ് എത്ര തവണ പ്രണയിച്ചിട്ടുണ്ട്? ഒരു പ്രാവശ്യം. അതെന്നാ? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക, ഡിഗ്രിക്ക് തുടങ്ങിയതാ. ഇപ്പൊ MBA വരെ ആ പ്രണയം കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ബാച്ചിലർ ലൈഫാണോ അതോ ഒരു പ്രണയമാണോ ബെറ്റർ? പ്രണയിച്ചുകൊണ്ട് ബാച്ചിലർ ആയിട്ടിരിക്കും. അങ്ങനെ പറ്റുമോ? അതെങ്ങനെയാ? അപ്പൊ നമുക്ക് പ്രണയിക്കുകയും ചെയ്യാം, ഫ്രണ്ട്സിന്റെ കൂടെ എല്ലാത്തിനും ജോയിൻ ചെയ്യും. പക്ഷെ ഒരുപാട് പെൺകുട്ടികളും അങ്ങനെ സമ്മതിക്കാറില്ല. ഇത് എന്റെ കാര്യത്തിൽ കുഴപ്പമില്ല, അണ്ടർസ്റ്റാൻഡിങ് പോവാ. ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിക്കണം എന്നൊക്കെ പറയുമ്പോ എല്ലാ പ്രോഗ്രാമിലും പറഞ്ഞിട്ട് വരും. പറയണം, ജസ്റ്റ് ഒന്ന് അറിയിക്കുക. അറിയിക്കാണ്ട് പോകുന്ന എങ്ങനെ ഇരിക്കും? അറിയിക്കാണ്ട് വന്ന പണിയാവും. ഇതിനു മുമ്പ് അങ്ങനെ പണി കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എന്താ സംഭവിച്ചത്? അല്ല, അതൊക്കെ കോംപ്രമൈസ് ആവുമല്ലോ, എല്ലാത്തിലും ഉള്ളതല്ലേ. അപ്പൊ പറയാതെ പോന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു അടി ഉറപ്പാ. നമ്മൾ പറയാണ്ട് പറഞ്ഞ കാര്യമില്ലല്ലോ. ഈ പ്രണയത്തിലായിരുന്നപ്പോ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ബാച്ചിലർ ആയിരുന്നെങ്കിൽ? ഇല്ല, കുഴപ്പമില്ല, പ്രണയം ഇഷ്ടം. അപ്പൊ ബാച്ചിലർ ലൈഫാ ബെറ്റർ എന്ന് പറയാൻ പറ്റത്തില്ല. ബാച്ചിലർ ലൈഫും നല്ലതാണ്, പക്ഷേ പ്രണയിക്കണം, കൂടെ ഒരാൾ എപ്പോഴും വേണം. യെസ്. പ്രണയം ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാ, നമുക്ക് ആ പ്രണയം എപ്പോഴും കൂടെ വേണമെന്ന് തോന്നും. എന്തൊരാവശ്യത്തിനും ഒരു വിഷമത്തിലും എല്ലാം കൂടെ നിൽക്കുന്ന ഒരാള്, ഒരു സന്തോഷം വന്നിട്ടുണ്ടെങ്കിൽ കൂടെ ആസ്വദിക്കാൻ ഒരാള്. ഫ്രണ്ട്സൊക്കെ ഉണ്ട്, പക്ഷേ എല്ലായ്പ്പോഴും കാണണമെന്നില്ല, അല്ലേ? ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ എനിക്ക് റീനുവിന് ഇനി സംശയങ്ങൾ ബാക്കിയാ. എന്റെ കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ ടിൽ 12 o'clock. ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു ആണെങ്കിൽ എന്റെ കൂടെ വന്നിരിക്കുന്ന ഇയാളുടെ പേരെന്താ? ഹാരിസ്. ഹാരിസിനൊരു പ്രണയം ഉണ്ടോ? ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ത് പറ്റി? അതിപ്പോ ഒന്നും പറ്റാത്ത രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പ്രണയത്തിനാണോ ഹാരിസിനാണോ ആ കുട്ടിക്കാണോ ആർക്കാ? എനിക്ക്. ഈ പ്രണയം തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇപ്പോൾ ഒരു 2 കൊല്ലമായി. ബാച്ചിലർ ലൈഫാണോ പ്രണയിക്കുന്ന ലൈഫാണോ ബെറ്റർ? അതിപ്പോൾ അതിനൊരു കറക്റ്റ് ആൻസർ ഇല്ല. ശരിക്കും പറഞ്ഞാൽ അക്കരെ പച്ചാന്ന് പറഞ്ഞ പോലെ കുറച്ചാള് ബാച്ചിലർ ആയിട്ടിരിക്കുമ്പോൾ പ്രണയിക്കാൻ തോന്നും, കുറച്ചാള് പ്രണയിക്കുമ്പോൾ ബാച്ചിലർ ആയിട്ട് തോന്നും. ഇപ്പൊ പ്രണയിക്കുമല്ലേ? ഇപ്പൊ അങ്ങനെ പ്രണയിക്കുന്നില്ല, ഇപ്പൊ എല്ലാം ഒന്ന് ഒതുക്കി വെച്ചേക്കാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞൊരു പ്രണയം വീണ്ടും പൊട്ടിമുളയ്ക്കാൻ സാധ്യത ഉണ്ടാവും. അതായത് ഇപ്പൊ ബാച്ചിലർ ആയിട്ടിരിക്കുവാണ്, ഒരു പ്രണയം വേണം എന്നുള്ള സ്റ്റേജിലാണ്. അങ്ങനെയല്ല, ഇപ്പൊ വായ്നോട്ടമായി മുന്നോട്ട് പോകുന്നു. അതിനെയാണ് നമ്മൾ ബാച്ചിലറിന് വേറൊരു മാന്യമായ ഇതിൽ വിളിച്ചത്. നമ്മൾ ലോക്കലായിട്ട് തന്നെ പറഞ്ഞു. ഓക്കെ, ഒരു പെൺകുട്ടിയെ പ്രണയിക്കണമെങ്കിൽ ആ കുട്ടിക്ക് വേണ്ട ഒരു ക്വാളിറ്റി എന്താ? ക്വാളിറ്റി ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണ് നമ്മൾ ആ ഒരു പിക്ചറൈസേഷൻ ഒരു പെൺകുട്ടിക്ക് കരുതിയിരിക്കുന്നത്, ആ ഒരു മാച്ച് ആയിട്ട് വരുമ്പോൾ നമ്മള് നമ്മുടെ ഇഷ്ടം തുറന്നു പറയാം. ഇപ്പൊ അങ്ങനെ മാച്ച് ആയിട്ടുള്ള ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഇല്ല, ഒരുപാട് പേര് ഇങ്ങനെ കാണുമ്പോൾ ആ ഒരു ഇൻഫാക്ച്വേഷൻ എല്ലാവരും ഉണ്ട്, പക്ഷെ അങ്ങനെ മാച്ചിങ് ഏതൊരു വന്നിട്ടില്ല. വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. എത്രയും പെട്ടെന്നാവട്ടെ. ബൈ ഹാരിസ്. താങ്ക് യു. ഹാരിസ് എന്തായാലും ഒരു പ്രണയത്തിലായി കഴിഞ്ഞിട്ട് ഇനി അക്കരെ പച്ച കാണാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ പ്രണയ ഗാനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ റീനുവും വരും കുറച്ച് കഴിഞ്ഞിട്ട്. ഒരു പ്രായത്തിൽ എല്ലാരും പറയും, ഷോ കല്യാണം ആവണില്ല, അവൻ കണ്ടോ പെണ്ണ് കെട്ടി, ഇവള് കണ്ടോ ഒരു ചെറുക്കനെ കെട്ടിയെന്നൊക്കെ. എന്നാ കെട്ടിക്കഴിയുന്നവർ പറയും, ഭാഗ്യവതി ഇപ്പോഴും തന്നെയല്ലേ എന്ന്. ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ എനിക്ക് റീനുവിന് അത് കേൾക്കുമ്പോൾ ഒരു സംശയം. ഞാൻ പ്രണയത്തെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാ, പക്ഷെ ബാച്ചിലർ ലൈഫിന് ഒരു പ്രത്യേകതയുണ്ടോ? അതിന്റെ ഉത്തരം ഞാൻ അറിയാൻ ശ്രമിക്കുകയാണ്. ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ അതെന്നോട് പറയാൻ പോകുന്ന ഹരിയാണ്. ഹായ് ഹരി. ഹായ്. ഹരി പ്രണയിച്ചിട്ടുണ്ടോ? പ്രണയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്. എത്ര കാലമായി പ്രണയം തുടങ്ങിയിട്ട്? 2 വർഷമായി. പ്രണയമാണോ ബാച്ചിലർ ലൈഫാണോ നല്ലത്? തീർച്ചയായിട്ടും പ്രണയം തന്നെ നല്ലത്. അതെന്തുകൊണ്ട്? പ്രണയം എന്ന് പറയുമ്പോ നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും സങ്കടവും സന്തോഷം എല്ലാം ഷെയർ ചെയ്യാൻ ഒരാളുള്ളത് നല്ലതല്ലേ. ഫ്രണ്ട്സ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും, എല്ലാ കാര്യം തുറന്നു പറയാൻ പറ്റുമെന്നിരിക്കില്ല. ലവർ ആണെങ്കിൽ ഇപ്പോൾ ഡീപ്പായിട്ട് എന്ത് കാര്യം വേണമെങ്കിലും തുറന്നു പറയാം. ഇതെല്ലാം ആണെങ്കിലും ഒരു തെറ്റ് വന്നാലും ക്ഷമിക്കും. ക്ഷമിക്കും. പ്രണയത്തിലായിരുന്നപ്പോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു വഴക്കുണ്ടാവുമ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ബാച്ചിലർ ആയിരുന്നെങ്കിൽ? തീർച്ചയായിട്ടും പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. അപ്പൊ പ്രണയം ബെറ്റർ എന്ന് പറയാൻ പറ്റുമോ? ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോ പ്രണയം തന്നെ ബെറ്റർ എന്ന് തോന്നുന്നു. ബാച്ചിലർ ലൈഫാന്ന് പറയുന്നൊക്കെ മണ്ടന്മാര്. ഒരാൾക്ക് എപ്പോഴും ബാച്ചിലർ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, ലൈഫിൽ ഒരാൾ എപ്പോഴും സപ്പോർട്ടായിട്ട് വേണ്ടേ. അപ്പൊ ഇതുവരെ പറഞ്ഞ എല്ലാരെയും നമ്മൾ അടിച്ചു തകർത്തിരിക്കുന്നു. ഓക്കെ ഹരി, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ കൺക്ലൂഷനിൽ എത്തിയേക്കാണ്, പ്രണയം തന്നെയാ ബെറ്റർ. ഞാൻ എപ്പോഴും പറയില്ലേ, ബാച്ചിലർ ആയിട്ടിരിക്കാം, കുറെയൊക്കെ എൻജോയ് ചെയ്യാം, പക്ഷെ ജീവിതത്തിൽ എപ്പോഴും ഒരു കൂട്ട് വേണ്ടേ? അതിനൊരു പ്രണയം തന്നെയല്ലേ വേണ്ടത്? ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചാന്ന് തോന്നുന്ന ഹാരിസ് ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ റീനുവിന്റെ അടുത്ത് പറഞ്ഞ്, പ്രണയിക്കുന്നവർക്ക് ബാച്ചിലേഴ്സ് ആകാനായിട്ട് മോഹം,
ബാച്ചിലേഴ്സിന് പ്രണയിക്കാൻ മോഹം. എന്നാലും എല്ലാരും പറയുന്ന ഒന്നുണ്ട്, ഒരിക്കലെങ്കിലും പ്രണയിക്കണമെന്ന്. ഞാൻ പക്ഷെ ഹരിയുടെ കൂടെയാ. പ്രണയം തന്നെയാ നല്ലത്. എപ്പോഴും കൂട്ടിനൊരാളുണ്ടാകില്ലേ, നമ്മുടെ ജീവനെ പോലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരാള്. ഭാഗ്യമുള്ള ചിലര് അങ്ങനെ ഒരു പാർട്ട്ണറെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അല്ലാത്തവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള എല്ലാവർക്കും ഒരു ഗുഡ് ലക്ക് നേർന്നുകൊണ്ട് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിന്ന് ഇന്ന് രാത്രി ഞാൻ റീനു പോവാം. നാളെ രാത്രി 10 മണിക്ക് തിരിച്ചു വരും. ടിൽ ദെൻ ടേക്ക് കെയർ.